ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂർ മസാല ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് ആ മൈസൂർ മസാല ഉണ്ടാക്കാം. നമ്മൾക്ക് ചുവന്നിട്ടുള്ള ചട്നിയാണത്. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക, ഒരു ടീസ്പൂണോളം മതി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇടണം. അതിനുശേഷം ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു പകുതി വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾക്കിതിലോട്ട് വെളുത്തുള്ളി ചേർക്കാം, അതുപോലെ കുഞ്ഞുള്ളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർക്കണം. പിന്നെ പുളി ഒരു ചെറിയുടെ സൈസിലൊക്കെ ഉള്ള പുളി ചേർക്കാം. അതിനുശേഷം കാശ്മീരി മുളകാണ് ഇവിടെ ചേർക്കുന്നത്. അതാകുമ്പോൾ നല്ല കളറും കിട്ടും, എരിവ് അധികം ഉണ്ടാവില്ല. അതൊരു 7 എണ്ണം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്ററിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. മസാല ദോശയുടെ റെസിപ്പിയിൽ അതേ ബാറ്റർ തന്നെയാണ്. അപ്പോൾ ആ മാവ് തന്നെ വീണ്ടും ഇപ്പം ഇതിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇവിടെയും കൊടുക്കാം. അപ്പോൾ നമ്മൾക്കിനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശക്കല്ല് ഞാൻ അടുപ്പിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം, ഇല്ലെങ്കിൽ നെയ്യാണെങ്കിലും ഒഴിക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കണം. താഴ്ഭാഗമൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പം നമ്മൾക്ക് പിന്നെ ഇതിലോട്ട് ചട്നി ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചിട്ടുള്ള, അത് ഇതിലോട്ട് ചേർക്കുക ചെയ്യേണ്ടത്. ചട്നി തടവണ സമയത്ത് നമ്മൾക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തടവി കൊടുക്കാം. ഇത് ആവശ്യത്തിന് എത്ര വേണോ അത്രയും തടവാൻ, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എരിവിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും കൂട്ടുകുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ആദ്യത്തെ മസാല ദോശ, മൈസൂർ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾക്ക് ഇതിൽ ഇപ്പം ഉരുളക്കിഴങ്ങിൻ്റെ മസാല വയ്ക്കണമെങ്കിൽ അതും ഞാൻ ആ മസാല ദോശയുടെ റെസിപ്പിയിൽ കൊടുത്തിട്ടുണ്ട്. അതേ മസാല ദോശയാണ്, എന്ന് വെച്ചാൽ അതേ മസാലയാണ്, അത് ഇതിലോട്ട് ചേർത്താൽ മതി. പിന്നെ കുറച്ചുകൂടെ നല്ല ക്രിസ്പി ദോശ കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. നമ്മൾക്കിങ്ങനെ ദോശ പരത്തി കഴിയുമ്പോൾ നടുവിലൊക്കെ കണ്ടില്ലേ കുറച്ച് കൂടുതൽ മാവായിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളൊരു സ്പൂൺ എടുത്തിട്ട് ആ എക്സ്ട്രാ മാവ് വരുന്നതൊന്ന് മാറ്റി കളയാം. സൈഡിൽ നിന്ന് മാറ്റാം. ഞാനിപ്പം നടുവിൽ നിന്ന് മാത്രം മാറ്റിയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇങ്ങനെ വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി, നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെങ്കിൽ. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് വീണ്ടും മസാലയൊക്കെ തടവിയിട്ട് ഇതുപോലെ എടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് മടക്കിയെടുക്കുന്നത്. നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കിയെടുക്കാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ, മൈസൂർ മസാല ദോശയാണ്. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.